കാസർഗോഡ് മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിജു കണ്ണനുണ്ട് കാസർഗോഡ്. നോക്കാം കാസർഗോഡ് എന്താണ് മഴയുടെ അവസ്ഥയെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. രാത്രിയിൽ മഴ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നേരം പുലരുമ്പോൾ മഴ ശക്തമായിട്ട് തന്നെ ഉണ്ടോ? ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ സ്ഥിതി എന്താണ്? മനു, ഇന്നലെ രാത്രി അതിശക്തമായ മഴയായിരുന്നു കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴ ഇടവിട്ട മഴയാണ് കാസർഗോഡ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് സാഹചര്യമാണ് കാണാം. ഞാൻ ആദ്യം ഈ ലൈവിൽ നിൽക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുടയൊന്ന് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ മഴ വരുന്നൊരു സാഹചര്യമാണ്. വളരെ പെട്ടെന്ന് അതിതീവ്രമായ മഴ വരുന്നൊരു സാഹചര്യമാണ്. അതാണ് പല മേഖലകളിലും വലിയ വെള്ളക്കെട്ടുകളും വലിയ മഴവെള്ളപ്പാച്ചിലുകളും എല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യേനിയിലും എല്ലാം കണ്ടതാണ്. അതോടൊപ്പം തന്നെ തേജസ്വിനി പുഴയിൽ ഒരു മണിക്കൂറിനകത്ത് വളരെയധികം ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ടായി. പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇത്തരം മഴയാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഏതായാലും ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ട മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് തീരദേശ മേഖലകളിലെ കടൽക്ഷോഭമാണ്. കടൽക്ഷോഭം പല മേഖലകളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉപ്പള മേഖലയിൽ ശാരദാ നഗറിനടുത്ത് ഒരു വീട് കടൽക്ഷോഭത്തിൽ തകരുന്ന സാഹചര്യമുണ്ടായി. ഉപ്പള കുമ്പള ഭാഗത്ത് കാവുകോളി കടപ്പുറം, അതോടൊപ്പം തന്നെ ഉദുമ കടപ്പുറം, പള്ളിക്കര കടപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം വലിയ രീതിയിൽ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന നിലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം കാണണമെന്ന് പല മേഖലകളിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഈ കാലാവസ്ഥ ഈ സമയത്ത് വലിയ ബുദ്ധിമുട്ടായി ഇത് മാറുന്നു. പലർക്കും വീട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് 6 ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 6 ക്യാമ്പുകളിൽ 300-ലധികം പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഈ തേജസ്വിനി പുഴ, കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകി നിരവധി പേരെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്തരം ആളുകൾ ഭൂരിഭാഗം ആളുകളും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്ന ആളുകൾ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനുള്ള ഒരു നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും വലിയ തോതിൽ വെള്ളം കയറി ചെളി നിറഞ്ഞ സാഹചര്യമാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ വളരെ സജീവമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. നിലവിൽ 6 ക്യാമ്പുകളിലായി 300ഓളം പേരാണ് പ്രവർത്തിക്കുന്നത്. ഏതായാലും ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ. ശരി, ഓക്കെ, താങ്ക് യു സിജു കാസർഗോഡ് നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്.